അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹബിഹിൽ ഫൈസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സർവ്വദിനീയരായ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാൻ നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധ റമദാൻ തന്നെയാണ്. അതിലാർക്കും സംശയമില്ല. ആ മഹത്തായ വിശുദ്ധ റമദാനിൻ്റെ മഹത്വത്തിൻ്റെ വിളംബരം രണ്ട് സ്വഹാബികളുടെ ചരിത്രത്തിലൂടെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാം. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്ത് ജീവിച്ച രണ്ട് കൂട്ടുകാർ, അവരൊരുമിച്ചാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. അതിലൊരാൾ നല്ലവണ്ണം ആരാധന ചെയ്യുന്ന ആളും ഒരുപാട് സൽക്കർമ്മങ്ങൾ തൻ്റെ ജീവിതത്തിൽ വാരി കൂട്ടിയ ഒരു മഹാനുമാണ്. തന്നെയുമല്ല, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ധീരയോദ്ധാവായി വിട പറഞ്ഞ പുണ്യ ഷഹീദ് കൂടിയാണ് ആ മഹാൻ. ഇത്രയും വലിയ മഹത്വം കരസ്ഥമാക്കിയ ആ കൂട്ടുകാരൻ മരിച്ച് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും മരിച്ചു. സ്വഹാബികൾക്കിടയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി. ഈ രണ്ട് കൂട്ടുകാർ, അവരിൽ ആദ്യം മരിച്ചുപോയ ഷഹീദായ അദ്ദേഹത്തിൻ്റെ മഹത്വങ്ങൾ സ്വഹാബികൾ വാഴ്ത്തിക്കൊണ്ടേയിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ സൽക്കർമ്മങ്ങൾ, അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനങ്ങൾ, ഷഹീദായി മരിക്കാനുള്ള ഭാഗ്യം, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ കൂട്ടുകാരൻ എത്രയോ ഔന്നത്യത്തിലും ഉന്നതിയിലും വലിയ സ്ഥാനത്തുമാണ് പരലോകത്തുണ്ടാവുക. രണ്ടാമത്തെ ആൾക്ക് ആ ഒരു സ്ഥാനം ഇല്ല എന്ന അർത്ഥത്തിൽ സഹാബികൾ സംസാരിച്ചപ്പോൾ ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ ധാരണയെ തിരുത്തിക്കൊണ്ട് അവർക്ക് പരിശുദ്ധ റമദാനിൻ്റെ മഹത്വം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയും നബിതങ്ങൾ പറഞ്ഞു, ഓ പ്രിയപ്പെട്ട സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടുകാരൻ അലൈസ ഖദ് മക്കത്ത ഹാദാ ബഅദഹു സന, നിങ്ങൾ പറഞ്ഞില്ലേ ആദ്യം ഷഹീദായ അയാൾ വലിയ സ്ഥാനത്താണ്, രണ്ടാമത്തെ ആൾക്ക് അത്ര സ്ഥാനമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? എന്നാൽ രണ്ടാമത്തെ ആൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ലയോ? സ്വഹാബികൾ പറഞ്ഞു, അതെ നബിയെ. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, വഅദറക റമദാൻ ഫസാമ, അദ്ദേഹം ഒരു റമദാൻ കൂടി പങ്കെടുത്തുകൊണ്ട് ആ റമദാനിൽ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടല്ലേ ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്? ഖാലു ബല, അതേ നബിയെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, ഫമാ ബൈനഹുമാ അബഅദ മിമ്മാ ബൈനസ് സമാഇ വൽ അർദ്, എന്നാൽ ആദ്യത്തെ കൂട്ടുകാരൻ്റെയും രണ്ടാമത് മരിച്ച കൂട്ടുകാരൻ്റെയും ഇടയിൽ ആകാശഭൂമിയോളം വ്യത്യാസമില്ലേ? കാരണം രണ്ടാമത്തെ കൂട്ടുകാരൻ ഒരു റമദാൻ മുഴുവനും അദ്ദേഹം ഇബാദത്തെടുത്തു. ഒരു റമദാൻ അയാൾക്ക് ലഭിച്ചു. ആ റമദാനിൽ അയാൾ നോമ്പ് നോക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ആ റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ഏതെങ്കിലും ഒരു ദിവസം കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം മരിച്ച ആളെക്കാളും എത്രയോ 1000 മാസം, 80-ലധികം കൊല്ലം ഇബാദത്തെടുക്കാൻ ഒറ്റ മാസം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്നെയുമല്ല, മറ്റുള്ള മാസങ്ങളിൽ അദ്ദേഹം ചെയ്ത അമലുകളൊക്കെ കൂട്ടുമ്പോൾ പരിശുദ്ധ റമദാൻ അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ട് മുമ്പ് മരിച്ച ആളെക്കാളും എത്രയോ ഔന്നത്യവും ഉന്നതിയും സ്ഥാനവും രണ്ടാമത് മരിച്ച ആൾക്കല്ലേ എന്ന് റസൂലുള്ളാഹി നിങ്ങൾ ചോദിച്ചു. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? പരിശുദ്ധ റമദാൻ ഒരാൾക്ക് ഒന്ന് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ് ഒരു മോമിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ദീർഘായുസ്സുണ്ടാവുക, റമദാൻ ഒരുപാട് റമദാനിൽ സംബന്ധിക്കാൻ കഴിയുക, ആ റമദാൻ കൊണ്ട് വിജയിക്കാൻ കഴിയുക. എന്നാൽ മുമ്പ് റമദാൻ ലഭിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയവരെക്കാളും എത്രയോ കൊല്ലത്തെ അമലുകളുടെ കൂലി ഒരൊറ്റ റമദാൻ കൊണ്ട് കരസ്ഥമാക്കാൻ കഴിയുന്നുണ്ടല്ലോ. ആ വലിയ സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടേണ്ട, അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് പ്രതിഫലങ്ങളും സ്ഥാനമാനങ്ങളും
കൂലികളും കണക്കില്ലാതെ വാരിക്കോരി ചൊരിഞ്ഞ അടിമകൾക്ക് കൊടുക്കുന്നൊരു മാസമാണ് റമദാൻ. ആ റമദാനിൽ നമുക്ക് അൽഹംദുലില്ലാ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു തആല ആ പരിശുദ്ധ റമദാനിനെ അവൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിച്ച് ഈ ലോകത്ത് നിന്ന് ഈമാനോടുകൂടെ വിട പറയാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം ഈ സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.